ഈ കഥ തുടങ്ങുന്നത് ഒരു പെൺകുട്ടി ഇരുട്ടായിട്ടുള്ള ഒരു മുറിക്കകത്ത് നല്ലതുപോലെ പേടിച്ചിരുന്നിങ്ങനെ കരയാണ്, ആരെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ ആരും അവളെ സഹായിക്കാൻ വരില്ലാന്ന് അവൾക്കറിയാം. എന്നാൽ ആ ഒരു പ്രതീക്ഷയിലെ അവൾ ആ ഒരു മുറിക്കകത്തിരുന്ന് കരയുന്നതും അവളുടെ കയ്യിലാണെങ്കിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. ആ ഒരു ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാന്ന് വിചാരിക്കുമ്പോൾ അതിനകത്താണെങ്കിൽ സിഗ്നൽ കിട്ടുന്നില്ല. പെട്ടെന്നാണ് എന്തോ ഒരു കാര്യം വന്ന് അവളെ വലിച്ചെടുത്തോണ്ട് പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഒരു വലിയ കാടാണ്. ആ ഒരു കാടിനുള്ളിൽ പക്ഷികളെല്ലാം ചിലയ്ക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ആ ഒരു പെൺകുട്ടി അലറി വിളിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഹീറോ ഒരു സ്വിമ്മിംഗ് പൂളിനടുത്തായിട്ട് ഇരിക്കുകയാണ്. അവനോടൊപ്പം തന്നെ സ്റ്റേസി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അതേപോലെ ഹീറോയിൻ എമി ആണെങ്കിലോ ഇപ്പൊ ഒരു സൺഗ്ലാസ് എല്ലാം വെച്ചിട്ട് ഈ ഒരു സൺബാത്ത് ചെയ്യാണ്. ഇപ്പൊ സ്റ്റേസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളോടൊപ്പം തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള എറിക്കും ഉണ്ട്. അവര് മൂന്നുപേരും ഇവരിങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എമി അവളുടെ കാതിലുണ്ടായിരുന്ന ആ ഒരു കമ്മല് താഴേക്ക് പോകുന്നു. അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അവൾ അവിടെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു ഇയർ റിങ് അത് അന്വേഷിക്കുന്ന ആ ഒരു കാര്യം കുറച്ച് ദൂരെയായിട്ട് മാത്യു എന്ന് പറഞ്ഞ മറ്റൊരുത്തനുണ്ട്. അവൻ ഈ ഒരു കാര്യം കാണുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ എമി അവൾ ആ ഒരു ഇയർ റിങ് അന്വേഷിക്കുന്ന കാര്യം അവിടെ നിർത്തിയിട്ട് അവൾ എന്തോ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ മാത്യു എന്ന് പറഞ്ഞ ആ ഒരുത്തൻ അവിടേക്ക് വന്ന് ഈ ഒരു ഇയർ റിങ് അല്ലേ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ കൊടുത്ത് അവൻ പോകാനായിട്ട് വരുമ്പോൾ ഹീറോ വിടുന്ന അവനവിടെ നിർത്തി അവനോട് നന്ദിയെല്ലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നന്ദിയുടെ ഭാഗമായിട്ട് ഒരു ഡ്രിങ്ക് കഴിക്കാന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് അവന് ഒഴിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മാത്യു അവനോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ രണ്ടുപേരും ഈ ഒരു പെൺകുട്ടികളായിട്ട് റിലേഷനിലാണോ? അതെ, ഇത് ഞങ്ങളുടെ ബോയ് ഫ്രണ്ട് ആണ്. എന്തു പറ്റി, നീ തനിച്ചാണോ വന്നത്? അല്ല, ഞാൻ തനിച്ചല്ല വന്നത്, എന്റെ സഹോദരനുണ്ട്. അവനാണെങ്കിൽ അവന്റെ ഗേൾഫ്രണ്ടുമായിട്ട് ഇവിടെ കറങ്ങാൻ പോയി. അവന്റെ ഗേൾഫ്രണ്ട് ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. ഇവിടെ എന്തോ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും അവിടേക്ക് പോയേക്കുവാണ്. എന്ത് റിസർച്ച്? ഏതോ ഒരു പഴയ കാലത്തെ ഒരു അമ്പലമോ അങ്ങനെ എന്തോ കണ്ടുപിടിക്കാൻ പോയതാണ്. എന്ത് മാന്ത്രിക സ്ഥലമോ? അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ടോ? ഇത് കേട്ട മാത്യു പറയും, അങ്ങനെയാണ് അവർ എന്നോട് പറഞ്ഞത്. പിന്നെ അവര് പോകുന്ന ആ ഒരു സ്ഥലത്തിന് പ്രത്യേകം മാപ്പൊന്നുമില്ല. സാധാരണ ആളുകളെ ആ ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും കയറ്റി വിടാറില്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന എറിക്ക്, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകണം എന്ന് പറയുമ്പോൾ മാത്യു പറയും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവിടേക്ക് നാളെ പോകുന്നുണ്ട്, എന്നോടൊപ്പം വരാം. അപ്പോൾ ജെഫ് ആണെങ്കിലോ എല്ലാവരോടും ചോദിക്കാന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പോകാനായിട്ട് താല്പര്യമുണ്ട്. അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള എമി ആണെങ്കിലോ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ടാണ് ഓക്കെ പോകാന്ന് മാത്രം പറയുന്നത്. അങ്ങനെ രാത്രിയാകുമ്പോൾ ഇവരെല്ലാവരും ആ ഒരു ബീച്ചിലിരുന്ന് നല്ലതുപോലെ പാർട്ടിയിൽ ആഘോഷിക്കുകയാണ്. ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് എമി ജെഫിനടുത്തേക്ക് വന്ന് അവനെ ഡാൻസ് കളിക്കാനായിട്ട് വിളിക്കുന്നത്. പക്ഷേ ജെഫ് പറയും, നീ എന്താ എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ പോവാണോ? ഞാൻ ഒരിക്കലും വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുമ്പോൾ അവള് കുറെ നേരം അവിടെ നിന്ന് പെട്ടെന്ന് ബോധമില്ലാതെ താഴേക്ക് ഒന്ന് വീഴും. അപ്പോൾ ജെഫ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തായാലും ശരിയാവത്തില്ല, നമുക്ക് റൂമിലേക്ക് പോവാന്ന് പറയുമ്പോൾ അവള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കിടക്കാണ്. അപ്പോൾ ജെഫ് കരുതും എന്തായാലും സ്റ്റേസിയും എറിക്കും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എമി ഇവിടെ തന്നെ വിട്ടിട്ട് അവൻ എന്തായാലും റൂമിലേക്ക് പോകുന്നു പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ കുറെ കഴിഞ്ഞ് എമി പെട്ടെന്ന് എഴുന്നേറ്റ് അവൾ ആ ഒരു മദ്യത്തിന്റെ ലഹരിയിലെ മാത്യൂസ് ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട്, എന്നോടൊപ്പം ഡാൻസ് കളിക്കാനായിട്ട് ആരുമില്ല, നീയെങ്കിലും എന്നോടൊപ്പം വരണം. അവൾ അവനെ വിളിച്ചതിനെ ഡാൻസ് കളിക്കാണ്. അപ്പൊ ഈ ഒരു കാര്യം സ്റ്റേസിയും എറിക്കും അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് മദ്യപിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ലഹരിയിലെ മാത്യുവിനെ ഉമ്മ വയ്ക്കാനായിട്ട് പോകുമ്പോൾ ഇത് കണ്ട സ്റ്റേസി പെട്ടെന്ന് ഇടയിലേക്ക് കയറിയിട്ട് ഓക്കെ മതി എന്ന് പറഞ്ഞ് അവളെ നേരെ റൂമിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ബീച്ചിലെ ജെഫ് ജോഗിങ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ ഒരു കടൽക്കരയിലായിട്ട് രണ്ടുപേര് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ അതും കണ്ട് അത് കഴിഞ്ഞ് നേരെ ജെഫ് മാത്യുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാത്യുവും അവന്റെ ഒരു ഫ്രണ്ടും ഇവര് രണ്ടുപേരും ആ ഒരു മാന്ത്രിക ടെമ്പിൾ ഉണ്ടല്ലോ അവിടേക്ക് പോകാനായിട്ടുള്ള ആ ഒരു മാപ്പ് എല്ലാം വരച്ചു വയ്ക്കുന്നു. ഇപ്പൊ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഹീറോ ഇവിടേക്ക് വരാൻ നേരത്തെ രണ്ടുപേര് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ, അത് മാത്യുവിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ അവരും ഇവരോടൊപ്പം ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നവരായിരുന്നു. ബോധമില്ലാത്തത് കൊണ്ട് തന്നെ അവർ എഴുന്നേറ്റതിന് ശേഷം ഈ ഒരു മാപ്പ് കണ്ട് പുറകെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം അവർ ചെയ്യുന്നത്. ഇവിടെ സ്റ്റേസിയും എറിക്കും രണ്ടുപേരും പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോ ജെഫ് ഇത്തിരി ദേഷ്യക്കാരനാണ്, താമസിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും വഴക്ക് പറയും എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും ഇവിടെ റെഡിയാകുമ്പോൾ ജെഫ് നേരെ എമിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് എമി ഇന്നലെ കുടിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ഛർദ്ദിക്കുന്നുണ്ട്. എന്തേ, ഇന്നലെ അധികമായിട്ട് കുടിച്ചോ? അതുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്. എന്തായാലും പെട്ടെന്ന് റെഡിയാവും പോവാന്ന് പറയുമ്പോൾ എമി പറയും, ഇല്ല എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ എന്തായാലും വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറയുമ്പോൾ ഇത് വെക്കേഷന്റെ അവസാന ദിവസമാണ്, ആ ഒരു ദിവസം പോലും നീ എന്നോടൊപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് എന്തായാലും നീ എന്നോടൊപ്പം വരണമെന്ന് പറയുമ്പോൾ എമി ആണെങ്കിലോ നേരെ ബെഡിലേക്ക് പോയി കിടക്കാണ്. ഇത്രയും നേരം ദേഷിച്ച് സംസാരിച്ച ജെഫ് പതി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും പോകത്തില്ല,
എന്ന് പറയുമ്പോൾ ഓക്കെ നിന്റെ സന്തോഷമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് അവളും പോകാനായിട്ട് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഒരു ബസ്സിലേക്ക് കയറുകയാണ്. അങ്ങനെ ആ ഒരു ബസ്സിൽ അവരൊരു സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നും ഏകദേശം ഒരു 10-18 കിലോമീറ്റർ നടന്നു വേണം ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാനായിട്ട്. അപ്പൊ ഈ ഒരു കാര്യം അറിയാവുന്ന മാത്യു അവരോട് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് പോവാന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും നടന്ന് അടുത്തൊരു മഞ്ഞ കളർ കാർ കിടപ്പുണ്ട്. അതിനടുത്തേക്ക് നടന്നിങ്ങനെ ചില്ലാണ്. എന്നിട്ട് ഇവരെല്ലാവരും ആ ഒരു ടാക്സിയിൽ തട്ടിയിട്ട് അല്ല ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു നായ ഇവരെ കടിക്കാനായിട്ട് വരും. അങ്ങനെ അതിനകത്തുള്ള ആ ഒരാള് ഇവരെ കാണുമ്പോൾ അവര് പറയുന്നുണ്ട്, സാർ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ ആ ഒരു മാപ്പ് കാണിക്കുമ്പോൾ അയാൾ പറയും, സോറി ഈ ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്നത് മാത്യുവിന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, എന്തു പറ്റി കഴിയത്തില്ലാന്നോ, എന്നാ ഈ ഒരു കാശ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ് എടുത്ത് കൊടുക്കുന്നതും പണം കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും കൊണ്ടുപോകലോ, അതുപോലെ തന്നെ ഇവരെല്ലാവരെയും അവിടേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഈ ഒരു പുൽമേട് പോലത്തെ സ്ഥലമുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം ഈ ഒരു കാടിന് വെളിയിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു കാർ ഇപ്പോൾ നേരെ പോകുന്നത് നല്ലൊരു വലിയ കാടിനുള്ളിലേക്ക്. കുറെ ദൂരം ഉള്ളിലേക്ക് ചെന്നതിന് ശേഷമാണ് ഒരു പഴയ കേടായിട്ടുള്ള കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അയാൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ ഇറക്കി വിട്ട് ആ ഒരു വണ്ടിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോഴാണ് എമി പറയുന്നത്, അല്ല ഈ ഒരു വണ്ടിക്കാരൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? ഇത് കണ്ട ജെഫ് പറയും, ദേ അതിനല്ലേ അയാളുടെ കാർഡ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ട എറിക്ക്, അല്ല ഈ ഒരു സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്ത് നീ എങ്ങനെയാ ഈ കാർഡ് വെച്ചിട്ട് വിളിക്കുന്നത്? അപ്പോഴാണ് മാത്യു പറയുന്നത്, പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്, ഹേയ് ഇതെന്തായാലും യൂസ് ആവും, നമുക്ക് പോവാന്ന് പറയുമ്പോൾ മാത്യു അവിടെ കിടക്കുന്ന ഒരു ജീപ്പ് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അപ്പൊ എറിക്ക് ചോദിക്കും, അല്ല എന്തു പറ്റി, ഇത് നിന്റെ സഹോദരൻ വന്ന ജീപ്പാണോ? ആയിരിക്കാനാണ് സാധ്യത എന്നുള്ള ആ ഒരു വിഷമം മാത്യുവിന്റെ മുഖത്ത് കാണാനുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്, ബാ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പൊ അതിനകത്തേക്ക് നടന്നു പോകുന്നു. കുറേ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് ഏമി മാത്യുവിനോട് ചോദിക്കുന്നത്, അല്ല ഇനി നമുക്ക് എത്താനായിട്ട് എത്ര ദൂരം ഉണ്ടാവും? ഇനി കുറച്ച് ദൂരം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ ഇവിടെ ആദിവാസികൾ താമസിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു ഗ്രാമം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം മാത്രം. അങ്ങനെ കുറച്ച് ദൂരം കൂടി നടന്നിട്ട് ഇവരെല്ലാവരും ഇപ്പോൾ ചെറിയൊരു അരുവിയുണ്ട്, അതിനടുത്തേക്ക് വരും. അതിനടുത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അപ്പുറത്തെ വശത്തായിട്ട് 2 കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ അവരോട് സംസാരിക്കാൻ വേണ്ടി സ്റ്റേസി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിലോ രണ്ടുപേരും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. മാത്യു ആണെങ്കിൽ തന്റെ മാപ്പിലുള്ള ആ ഒരു വഴി അതെവിടെയാണെന്ന് അവന് അറിയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് മാത്യു നോക്കുമ്പോൾ അടുത്തായിട്ട് ഒരു കൂട്ടം ചെടികളുണ്ട്. അത് മാറ്റി നോക്കുമ്പോൾ അതിനുള്ളിലേക്ക് ഒരു വഴി ഇവന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി അവനുള്ളിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഇത് കണ്ട ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഉള്ളിലേക്ക് ഓടി ഇങ്ങനെ പോവും. ഇത് കണ്ട് മാത്യു ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരെങ്കിലും ആ ഒരു പയ്യനെ കളിയാക്കുകയോ വഴക്കുറയോ എന്തെങ്കിലും ചെയ്തോ? ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഇവർ ആ ഒരു വഴിയുണ്ടല്ലോ കണ്ടുപിടിച്ച ആ ഒരു വഴിയിലൂടെയാണ് എല്ലാവരും നടന്നു പോകുന്നത്. എമിക്കാണെങ്കിലോ അറിയാത്തൊരു വഴി, അതും മാപ്പിലില്ലാത്തൊരു വഴി, ഇതിലെ പോകുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇവർ ഉള്ളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എറിക്ക് പറയുന്നത്, നീ പറയുന്നത് പോലെ ആ ഒരു ആദിവാസി ജനങ്ങള് ഈ ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. കാരണം അവരെല്ലാവരും മരിച്ചിട്ടുണ്ടാവും. അതും എന്തോ ഒരു അസുഖം ബാധിച്ചിട്ടാണ് എല്ലാവരും മരിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും നടന്ന് അവസാനം അവർ എത്തേണ്ട ആ ഒരു സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അത്രയും സന്തോഷമായി. കാരണം ഇത്രയും വലിയൊരു അമ്പലം ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരെയും നിർത്തിയിട്ട് ഏമി അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൽ മാത്യു ഈ ഒരു അമ്പലത്തിന് മുകളിലായിട്ട് എന്തോ ഒരു കാര്യം ഇരിക്കുന്നത് കണ്ടിട്ട് അവ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ കാടിനുള്ളിൽ നിന്ന് കുതിരയിൽ ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന ആ ഒരാള് ഇവരെ എല്ലാവരെയും വഴക്കു പറയാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയോ, അയാൾ പറയുന്ന ഭാഷ ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യം അയാൾ ഇവരെ വഴക്കു പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജെഫ് വിചാരിക്കും ഇനി അയാൾ പണം ചോദിച്ചിട്ടാണോ എന്ന് പറഞ്ഞ് കുറച്ച് പണം എടുത്ത് ഇങ്ങനെ കാണിക്കും. പക്ഷെ അയാളാണെങ്കിലോ അതൊരിക്കലും വാങ്ങുന്നില്ല. അപ്പോഴാണ് ഏമി ഇതൊന്നും കാര്യമാക്കാതെ അവൾ ഇപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാടിനുള്ളിൽ നിന്ന് മറ്റൊരു കുതിരയും വെളിയിലേക്ക് വരുന്നുണ്ട്. കൂടാതെ മറ്റൊരു കുതിരയും, അതിലൊരുത്തന്റെ കയ്യിലാണെങ്കിൽ തോക്കും, മറ്റൊരാളുടെ കയ്യിൽ വില്ലമ്പ്. അങ്ങനെ എന്താണെന്ന് അറിയാൻ കഴിയാതെ എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ജെഫ് മാത്യുവിനോട് പറയുന്നുണ്ട്, മാത്യു നിന്റെ ചേട്ടന്റെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഇവർക്ക് കാണിച്ചു കൊടുക്ക്, അവനെ കണ്ടുപിടിക്കാനാണ് വന്നതെന്ന് പറയാം എന്ന് പറയുന്നത് മാത്യു അവന്റെ ഫോൺ എടുത്തിട്ട് അതിലെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഇവർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്റെ സഹോദരനെ കാണാനില്ല, ഇവനെ അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നത് എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുമ്പോൾ എമിയുണ്ടല്ലോ ഇവരെ എല്ലാവരെയും ഫോട്ടോ എടുത്ത് പുറകിലേക്ക് നടക്കും. അപ്പോൾ ആ ഒരാള് പെട്ടെന്ന് എമിയെ കണ്ട് അവളെ മാത്രം ഇങ്ങനെ വഴക്കു പറയുന്നുണ്ട്. അപ്പോഴാണ് മാത്യുവിന്റെ ഫ്രണ്ട് ഇനിയിപ്പോ എമി ഫോട്ടോ എടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ വഴക്കു പറയുന്നത് എന്ന് വിചാരിച്ച് മാത്യുവിന്റെ ആ ഒരു ഫ്രണ്ട് ക്യാമറ വാങ്ങി ഇവരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ
പെട്ടെന്ന് തന്നെ അവന്റെ നെഞ്ചിലേക്ക് ഒരാളിങ്ങനെ അമ്പ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവൻ എവിടെ വെച്ച് കൊല്ലുകയാണ്. എന്താന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തുകൊണ്ട് എമി ആ ഒരു ചെടികളുണ്ടല്ലോ അതിൽ കാല് വെച്ചു. കൂടാതെ ആ ഒരു ഫ്രണ്ടും അതിലേക്ക് ചെന്ന് ചവിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് പോകാനായിട്ട് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് ബഹളം വെക്കുമ്പോൾ ഇവര് വിചാരിക്കും ഇവരോട് ആ ഒരു അമ്പലത്തിന്റെ മുകളിലേക്കാണ് കയറാൻ പറയുന്നത് എന്ന് വിചാരിച്ച് ഇവരെല്ലാവരും പേടിച്ച് ആ ഒരു പടിക്കെട്ട് വഴി ഈ ഒരു അമ്പലത്തിന് മുകളിലേക്ക് തന്നെ ഓടി കയറുകയാണ്. അതേപോലെ തന്നെ ഇവരെ ആരും താഴേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ആ ഒരു സമയം തന്നെ ആ ഒരു കാടിനകത്ത് നിന്നും ഒരുപാട് ആളുകൾ വന്നിട്ട് അതിന് ചുറ്റിനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർക്കിപ്പോ വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാവരും ഓടി മുകളിലേക്ക് വരുമ്പോൾ അതിന് മുകളിലായിട്ട് ഒരുപാട് ടെന്റ് എല്ലാം ഉണ്ട്. അങ്ങനെ മാത്യു അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ അവന്റെ സഹോദരനായിരിക്കാം ഈ ഒരു ടെന്റിലുള്ളത്. പക്ഷെ ഇപ്പൊ ആ ഒരു ടെന്റിനകത്ത് വേറെ ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ജെഫ് മാത്യുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്ല നിന്റെ കയ്യിലൊരു ഫോണില്ലേ അതിങ്ങ് എടുക്കാൻ പറയുമ്പോൾ അവൻ പറയും എന്റെ ഫോൺ അയാളുടെ കയ്യിലിരിക്കുകയാണ് എന്ന് പറയുന്ന സമയത്താണ് ഇവരെല്ലാവരും ആ ഒരു അമ്പലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എന്തോ ഒരു കുഴിയുണ്ട്, ഒരു കിണർ പോലെ അതിനുള്ളിലേക്ക് കയറ് കെട്ടി താഴേക്ക് ഇറങ്ങുന്നത് പോലെ എല്ലാം കാണുന്നുണ്ട്. എന്തായാലും അതിലേക്ക് ഇറങ്ങാനായിട്ട് സമയമില്ല. ഈ ഒരു കാട്ടുവാസികള് അവരിവിടെ നിന്ന് പോയില്ലേ എന്ന് ബൈനോക്കുലർ വഴിയെല്ലാം നോക്കുമ്പോൾ അവരെല്ലാവരും ഇപ്പോഴും ചുറ്റിനു തന്നെയുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ സ്ത്രീകളുണ്ടല്ലോ അവരെല്ലാവരും ആഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവരെല്ലാവരും മരിച്ചല്ലാതെ അവരാരും അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറല്ല. അപ്പൊ ഇവര് പല രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും ബലി കൊടുക്കാനാണോ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിലും അവരെന്തുകൊണ്ട് ഈ ഒരു അമ്പലത്തിന് മുകളിലേക്ക് വരുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഇനി എന്തായാലും നമ്മളെ രക്ഷിക്കാനായിട്ട് വേറെ ആരും വരാതെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജെഫ് പറയും ഒരുപക്ഷെ നമുക്ക് കഴിയും. കാരണം അവിടെ കുടിച്ച് ബോധമില്ലാത്ത രണ്ടുപേർക്ക് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാനുള്ള മാപ്പ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ അവര് വരാം. ഇനി അവര് വന്നില്ല എന്നുണ്ട് ഹോട്ടൽ റൂം ഇതുവരെയും ചെക്കൗട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ നമ്മൾ എന്തായാലും അന്വേഷിച്ച് വരും. നാളെ അല്ലെങ്കിൽ മറ്റന്നാള് എന്തായാലും പോലീസുകാരെങ്കിലും നമ്മളെ അന്വേഷിച്ച് ഇവിടേക്ക് വരും എന്നാണ് ജെഫ് പറയുന്നത്. അപ്പോഴാണ് സ്റ്റേസിക്ക് നല്ലതുപോലെ ദാഹം എടുക്കുന്നുണ്ട്. ഇത് കണ്ട എറിക്ക് ഒരു കുപ്പി വെള്ളം എടുത്ത് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുമ്പോൾ ജെഫ് പറയുന്നുണ്ട് ഹേയ് ജീവൻ നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം അത് മാത്രമേ അവൾക്ക് കൊടുക്കാവൂ. അത് പറയാൻ കാരണമുണ്ട്. ഇവരെപ്പോഴാണ് ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്, ആരാണ് ഇവരെ രക്ഷിക്കാൻ വരുന്നത് എന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. അതുവരെ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ. അങ്ങനെ എല്ലാവരും ആകെ ടെൻഷനായിട്ട് നല്ല ദേഷ്യമുണ്ട് ഇങ്ങനൊരു ഇടത്തിൽ വന്ന് പെട്ടുപോയത് കൊണ്ട് തന്നെ. അപ്പോഴാണ് ആ ഒരു കുഴിക്കുള്ളിൽ നിന്നും ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. മാത്യു ഓടി അവിടേക്ക് വരുമ്പോൾ അവന് നല്ലതുപോലെ തന്നെ അറിയാം ഇത് അവന്റെ സഹോദരന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ സഹോദരൻ എന്തായാലും ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു കിണറിലെ കെട്ടിയിരിക്കുന്ന ആ ഒരു കയറുണ്ടല്ലോ അതെടുത്ത് അവന്റെ ദേഹത്ത് കെട്ടി മാത്യു ഇപ്പോൾ ആ ഒരു കിണറിലേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ മാത്യുവിനെ അവർ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ എമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഒരു കയറുണ്ടല്ലോ ആ ഒരു കയറ് കുറച്ച് പഴകിയതാണ്, അത് പൊട്ടാറായി. ഇത് കാണുമ്പോൾ അവനെ പെട്ടെന്ന് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ മാത്യു പിടിച്ചിരിക്കുന്ന ആ ഒരു കയറ് പൊട്ടി അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. ഇപ്പോ മാത്യു മരിച്ചിട്ടുണ്ടാവോ എന്നുള്ള ആ ഒരു പേടിയിൽ എല്ലാവരും താഴേക്ക് നോക്കുമ്പോൾ അവൻ ശ്വാസം എടുക്കുന്ന ആ ഒരു ശബ്ദം ഇവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ താഴേക്ക് പോയേ മതിയാവൂ. അതുകൊണ്ട് ജെഫ് ഓടി വന്നിട്ട് ആ ഒരു കയറിന്റെ ബാക്കിയുണ്ടല്ലോ അതെല്ലാം നല്ലതുപോലെ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്തിട്ട് ഈ രണ്ട് പെണ്ണുങ്ങളോടും പറയും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ താഴേക്ക് ഇറങ്ങണം, കാരണം നിങ്ങൾക്കാണ് ഭാരം കുറവ്. അങ്ങനെയാണെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ കഴിയൂ എന്നിങ്ങനെ പറയുമ്പോൾ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റേസി താഴേക്ക് പോകാൻ ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ അവളുടെ ദേഹത്തേക്ക് ആ ഒരു കയറ് വെച്ച് ഇങ്ങനെ കെട്ടും. അങ്ങനെ സ്റ്റേസിയെ പാതിയെ താഴേക്ക് ഇറക്കുന്നു. ഇപ്പൊ താഴേക്ക് പോകും തോറും ഇതുവരെ അവൾ താഴെ എത്തിയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു കയർ അവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ പാതിയിൽ കിടക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് നിനക്ക് താഴേക്ക് ചാടാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മാത്യുവും താഴെ തന്നെ കിടപ്പുണ്ട്. അവനെ രക്ഷിക്കാനായിട്ട് അവൻ ഇങ്ങനെ പറയാണ് പ്ലീസ് എന്നെ ആരെങ്കിലും രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വേറെ വഴിയില്ലാതെ അവൾ ആ ഒരു കയറിന്റെ കെട്ടഴിച്ച് താഴേക്ക് ചാടുന്നതും ഈ ഒരു കുഴിയിലായിട്ട് എവിടേക്കോ ഗ്ലാസുകളെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം തറച്ച് അവളുടെ കാലിലും മുട്ടിലെല്ലാം ഇങ്ങനെ തറച്ചു കയറും. ഇത് കാരണം അവൾക്ക് നല്ലതുപോലെ വേദനയായി. ഇപ്പൊ പല്ല് കടിച്ചു പിടിച്ച് അവൾ ആ ഒരു ഗ്ലാസ് പീസെല്ലാം വലിച്ചിങ്ങനെ ഊരാണ്. എന്നിട്ട് മാത്യുവിനടുത്തേക്ക് ചെല്ലുമ്പോൾ മാത്യു പറയുന്നുണ്ട് എനിക്ക് എന്റെ കാലിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല, എന്തു പറ്റിയെന്ന് നോക്കാൻ പറയുമ്പോൾ അവൾ നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല. അവൾ നോക്കുമ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയോ, അവന്റെ നട്ടല് പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു കാര്യം മുകളിലുള്ളവരോട് അവൾ വിളിച്ചു പറയുമ്പോൾ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള അവനെ എങ്ങനെ മുകളിലേക്ക് കയറ്റും? അപ്പൊ ഇത് കേട്ട ജെഫ് പറയും നമുക്ക് എന്തായാലും അവനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്ട്രെച്ചർ റെഡിയാക്കിയാൽ മതിയാവൂ എന്ന് പറയുമ്പോൾ എമിയുണ്ടല്ലോ അവൾ ഇപ്പോഴും മുകളിൽ കിടന്നിട്ട് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, സഹായത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കാം, നമ്മൾ പറയുന്നത് എന്തായാലും താഴെയുള്ളവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നത് പോലും കേൾക്കാതെ
എമി പെട്ടെന്ന് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരാരും അവളെ താഴേക്ക് ഇറക്കുന്നില്ല, പകരം മുകളിലേക്ക് തന്നെ കയറാനായിട്ട് പറയാണ്. അപ്പോൾ ജെഫ് താഴേക്ക് വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നമ്മൾ എത്ര പറഞ്ഞാലും അവരെന്തായാലും കേൾക്കാൻ പോകുന്നില്ല, നമുക്ക് മുകളിലേക്ക് പോവാന്ന് പറയുമ്പോൾ എമി ദേഷ്യം കാരണം അവിടെയുള്ള ആ ഒരു ചെടി ഇങ്ങനെ എടുത്ത് അവിടെ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കും. ഈ ഒരു ചെടി വന്ന് അവന്റെ ദേഹത്തേക്ക് തട്ടുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ആദിവാസികളുണ്ടല്ലോ അവരെല്ലാവരും ഈ ഒരു ചെറിയ പയ്യനോട് പറയും, നീയും അതിന് മുകളിലേക്ക് കയറാനായിട്ട്. പക്ഷെ ആ ഒരു ചെറിയ പയ്യൻ പേടി കാരണം ഒരിക്കലും അത് കേൾക്കത്തില്ല. പകരം ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, ആ ഒരു പയ്യനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ ഇത് കൂടിയാവുന്നതും ഇവർക്ക് ഇനിയിപ്പോൾ അതും കൂടി കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് രണ്ടുപേരും മുകളിലേക്ക് തന്നെ തിരിച്ച് കയറിപ്പോവാണ്. ഇപ്പോൾ എമി താഴേക്ക് വന്നിട്ട് പാവം ആ ഒരു ചെറിയ പയ്യൻ മരണപ്പെട്ടു. ആ ഒരു വിഷമം അവൾക്കുണ്ട്. കൂടാതെ ഈ ഒരു ആദിവാസികൾക്കും പിന്നെ ഇവിടെ വളർന്നു നിൽക്കുന്ന ആ ഒരു ചെടികൾക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരിതിനെ എന്തോ പേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവര് മൂന്നുപേരും മുകളിൽ നിന്നിട്ട് ഈ കയറും കാര്യങ്ങളൊക്കെ വെച്ച് സ്ട്രെച്ചർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താഴെ ആ ഒരു കുഴിക്കുള്ളിൽ സ്റ്റേസിക്ക് വീണ്ടും അതേ ഫോണിന്റെ റിങ് ഇങ്ങനെ കേൾക്കുന്നു. ആ ഒരു ഫോൺ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൾ ആ ഒരു ഫോൺ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ നിറയെ ചെടികളെല്ലാം വളർന്നു നിൽക്കുന്നത് കൊണ്ട് അവൾക്കത് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ മുകളിലാണെങ്കിലോ രണ്ടുപേരെ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ആ ഒരു സ്ട്രെച്ചറിലെ നമ്മുടെ എമിയെ ഇറക്കി താഴേക്ക് വിടും. കാരണം അവൾക്കും വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവളെ പതിയെ താഴേക്ക് ഇറക്കുമ്പോൾ ഈ ഒരു സ്ട്രെച്ചർ പൂർണ്ണമായിട്ട് താഴേക്ക് വന്നിട്ടില്ല, കാരണം ഈ ഒരു കയറ് തീർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എമി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പോൾ എമിയും സ്റ്റേസിയും വേണം മാത്യുവിനെ അതിലേക്ക് എടുത്തു വെച്ച് കിടത്താനായിട്ട്. അവന്റെ നട്ടല് ഒടിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വേറെ വഴിയില്ലല്ലോ, വേദന കടിച്ചു പിടിക്കാൻ പറഞ്ഞ് അവനെ പൊക്കി ആ ഒരു സ്ട്രെച്ചറിലേക്ക് കിടത്തി. അത് കഴിഞ്ഞ് അവനെ മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഇവരെല്ലാവരും സേഫായിട്ട് മുകളിലേക്ക് വന്നു. മുകളിലേക്ക് വന്നതിന് ശേഷം ജെഫ് മാത്യുവിനെ പരിശോധിക്കുകയാണ്. അവന്റെ 2 കാലും ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അവൻ ഇനിയിപ്പോൾ എഴുന്നേൽക്കാൻ കഴിയത്തില്ല. അതുമല്ല മാത്യുവിനെ ഈ ഒരു സ്ട്രെച്ചറിൽ നിന്നും എന്തായാലും മാറ്റി വെക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാന്ന് പറഞ്ഞ് ഇവിടെ ആ ഒരു ടെന്റുകളുണ്ടല്ലോ അതിനുള്ളിലെ ബാഗെല്ലാം ഇവിടെ എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. മാത്യുവിന്റെ സഹോദരനും അവന്റെ സുഹൃത്തുക്കളും നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് പോവാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുടേതല്ല, അവിടെ കുടിച്ചിട്ട് കിടന്ന 2 പേരുണ്ടല്ലോ ആ ഒരു ബീച്ചില് അവരുടേതാണ്. കാരണം അവർ ഈ ഒരു സ്ഥലത്തേക്ക് വരാണ്ട് അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങിക്കാനെങ്കിലും ഇവിടേക്ക് വരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും നാളെ വരെ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, അവർ രണ്ടുപേരും നമ്മളെ അന്വേഷിച്ച് ഇവിടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാത്യുവിന്റെ സഹോദരൻ ഈ ഒരു കൈനറ്റിക് എനർജി വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയ മെഷീൻ കണ്ടുപിടിച്ചിരുന്നു. അതിവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എമിക്കും സ്റ്റേസിക്കും നല്ല പേടിയുണ്ട്. കാരണം എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയും എറിക്കും ഇവര് രണ്ടുപേരും ആ ഒരു ആദിവാസികൾ ഉറങ്ങിയില്ലേ എന്ന് അറിയാൻ വേണ്ടി ഇതിന് താഴേക്ക് വന്നിട്ട് 2 സ്റ്റെപ്പ് മാത്രം ഇനി ഇറങ്ങിയാൽ മതി. അവിടെ നിന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിലോ അവിടെ ഉറങ്ങാതെ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കാണ്, ഇവരവിടെ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് മുകളിലേക്ക് വന്നിട്ട് അന്നത്തെ രാത്രി എല്ലാവരും നല്ലതുപോലെ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ എമി നേരത്തെ തന്നെ കണ്ണു തുറന്നു. ജെഫും പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട് മറ്റൊരു സൈഡിലേക്ക് വന്നിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എന്തോ ഒന്ന് തിളങ്ങുന്നത് പോലെ ഈ ചെടികൾക്കിടയിൽ നോക്കുമ്പോൾ അതൊരു വാച്ചും അതേപോലെ തന്നെ ഒരു ഡെഡ് ബോഡിയാണത്. ഈ ഒരു കാര്യങ്ങളായിട്ട് എമിയും പേടിച്ച് അവന്റെ പുറകെ വന്ന് നിൽക്കുമ്പോൾ ഇതെന്തായാലും വേറെ ആരോടും പറയണ്ട എന്ന് രണ്ടുപേരും തീരുമാനമെടുക്കാണ്. അപ്പോഴാണ് ആ ഒരു ടെന്റിനകത്ത് സ്റ്റേസി ഉറങ്ങിക്കിടന്ന് കണ്ണു തുറന്നിട്ട് അവളുടെ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, അവളുടെ കാലിൽ ആ ഒരു ചെടികൾ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നു, അതിന്റെ വേരുകള്. ഇത് കണ്ട് അവള് പേടിക്കുമ്പോൾ എറിക്ക് എഴുന്നേറ്റിട്ട് അല്ല എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് അവളുടെ കാലിൽ മുറിഞ്ഞ ആ ഒരു പാടുണ്ടല്ലോ അതിനുള്ളിലേക്ക് ആ ഒരു വേരുകൾ കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഈ ശബ്ദം കേട്ട് ജെഫ് ടെന്റിനകത്തേക്ക് ഓടി വന്നിട്ട് എന്താണെന്ന് നോക്കുമ്പോൾ ഈ കാര്യം കണ്ട് അവൻ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് അവനും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് വെളിയിൽ മാത്യു അവിടെ നിൽക്കുന്ന എമിയെ വിളിച്ചിട്ട്, എമി എന്റെ കാലിൽ എന്തോ ഉണ്ട്, ഒന്ന് വന്ന് നോക്കാൻ പറയുമ്പോൾ അവൾ ഓടി വന്ന ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ അവന്റെ കാലിലും ആ ഒരു ചെടിയെല്ലാം ചുറ്റീനെ നിൽക്കാണ്. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, അവന്റെ ആ ഒരു മുറിഞ്ഞ കാലുകൾ പൂർണ്ണമായിട്ടും ഈ ഒരു ചെടി തിന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ എമി കരയുന്ന ആ ഒരു ശബ്ദം കേട്ട് ജെഫ് ഓടി വന്ന് നോക്കുമ്പോൾ അവന്റെ കാലിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അത് കാലിനുള്ളിലേക്ക് വളർന്നു പോയത് കൊണ്ട് തന്നെ വലിച്ചൂരാനും കഴിയത്തില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഈ കുഴിക്കുള്ളിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇനി നമ്മൾ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങിയേ മതിയാവൂ എന്ന് തീരുമാനമെടുത്ത ജെഫ് അവിടെയുള്ള ഒരു കമ്പിൽ തുണിയെല്ലാം വെച്ച് കെട്ടി എന്തോ ഒരു മദ്യം ഉണ്ടായിരുന്നു അതും എടുത്ത് അതിലൊഴിച്ച് അത് തീ കത്തിച്ച്. ഈ ഒരു കയറെന്തായാലും ജെഫിനെ താങ്ങത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എമിയെയും അതേപോലെ സ്റ്റേസിയെയും പതിയെ താഴേക്ക് ഇറക്കി ആ ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാനായിട്ട് പറയും. അങ്ങനെ രണ്ടുപേരും ആ ഒരു തീ വെച്ചിട്ട്
ഈ ഒരു ഫോൺ റിങ് ശബ്ദം കേൾക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അവിടേക്ക് നടന്നിങ്ങനെ ചെല്ലുകയാണ്. രണ്ടുപേർക്കും നല്ല പേടിയുണ്ട്. കാരണം ഇരുട്ട് എന്താണെന്ന് അറിയത്തില്ല. കുറച്ചുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു മുറി പോലെ. എന്തായാലും ഇതിനകത്തേക്ക് കയറാന്ന് എമി തീരുമാനിച്ച് ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി അവിടെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ രണ്ടുപേരും അടുത്തേക്ക് നടന്ന് ചെല്ലുമ്പോൾ അതിനകത്തൊരു പെണ്ണുണ്ട്. അവൾക്ക് ജീവനുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അവളെ പിടിച്ചിങ്ങനെ തിരിക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കാണ്. ആ പെണ്ണിന്റെ കയ്യിലുള്ള ഫോണിലാണ് റിങ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ആ ഒരു ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഫോൺ അങ്ങ് ഡെഡ് ആയിപ്പോയി. അതിപ്പോ വർക്ക് ആവുന്നില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. വീണ്ടും ഈ ഫോണിന്റെ ശബ്ദം അതുപോലെ തന്നെ കേൾക്കുന്നുണ്ട്. എമി പതിയെ ആ ഒരു തീപ്പന്തം വെച്ച് പുറകിലേക്ക് തിരിയുമ്പോൾ അവിടെയുള്ള ആ ഒരു ചുമരിലെ ചെടികളുണ്ടല്ലോ, അതിലെ പൂക്കളിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇതെന്താണെന്നറിയാൻ വേണ്ടി അവൾ ആ ഒരു പൂവിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചെടികളെല്ലാം അവളുടെ കയ്യിലേക്ക് ചുറ്റി പിടിക്കുന്നു. കൂടാതെ ആ ഒരു ചെടികളെല്ലാം വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവൾ ആ ഒരു തീപ്പന്തം കാണിക്കുമ്പോൾ അതും ആ ഒരു ചെടികള് ഉള്ളിലേക്ക് പിടിച്ചങ്ങ് വാങ്ങാണ്. എന്താന്ന് വെച്ചാൽ ആ ഒരു ചെടികൾ ഇപ്പോൾ ഇവരെ കൊല്ലാൻ പോകുന്നു. ഇതുകൂടി ആവുന്നത് രണ്ടുപേരും പേടിച്ചിട്ട് ഓടി വന്ന് ആ ഒരു കയറിൽ പിടിച്ച് മുകളിലേക്ക് വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഹേയ് ഞങ്ങൾ രണ്ടുപേരെ മുകളിലേക്ക് കൊണ്ടുപോകും എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ചെടികൾ ഇവരെ പിടിക്കാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവരെ രണ്ടുപേരെയും അവർ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ മുകളിലേക്ക് വന്നതിന് ശേഷം ജെഫ് അല്ല ഫോൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഫോണും ഇല്ല വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ആ ഒരു ടെന്റിനകത്തേക്ക് കയറിപ്പോവും. ഇപ്പൊ എന്ത് സംഭവിച്ചത് സ്റ്റേസിയോട് ചോദിക്കുമ്പോൾ അവൾ ആകെ പേടിച്ച് നല്ലതുപോലെ കരയാൻ തുടങ്ങാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് സമാധാനപ്പെട്ടതിന് ശേഷമാണ് ഇവർ ആ ഒരു കാര്യം പറയുന്നത്. ഇവിടെയുള്ള ചെടികൾക്കെല്ലാം ജീവനുണ്ട്, അത് നമ്മളെ പതിയെ പതിയെ കൊല്ലും, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയേ മതിയാവൂ എന്ന് പറയുമ്പോൾ അതിനുള്ള വഴി എന്തായാലും ഇവരുടെ കയ്യിലില്ല. ഈ കാര്യം ജെഫിന് നല്ലതുപോലെ തന്നെ അറിയാം. അപ്പോൾ എമി ജെഫിനെ നോക്കിയിട്ട് നീ ആ ഒരു ചെടികളെ കണ്ടില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്, അതിന്റെ ഒരു അഹങ്കാരം നിനക്കുണ്ട് എന്ന് പറഞ്ഞ് ജെഫിനെ വഴക്ക് പറയുമ്പോൾ ഇത് കേട്ട എറിക്ക് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, ഈ ഒരു ആദിവാസികളുടെ ദിശ തിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. പക്ഷെ ഹീറോ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. കാരണം അവനറിയാം ആ ഒരു ആദിവാസികൾ ഒരു കുട്ടിയെന്ന് പോലും നോക്കാതെ അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നതാണ്. ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അങ്ങനെയുള്ള നമ്മളെ അവർ വെറുതെ വെക്കുമെന്നാണോ? അതുകൂടാതെ വെളിയിലെ ഒരു 40-50 പേരുണ്ട്. അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. അവർ രണ്ടുപേരും ആ ഒരു മാപ്പ് ഉപയോഗിച്ച് ഇവിടേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിലേ നമ്മൾ അമേരിക്കൻസ് ആണ്, നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റുകളാണ്, നമ്മളെ കാണാനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ആരായാലും ഇവിടെ നമ്മളെ അന്വേഷിച്ച് വരും. അതുകൊണ്ട് പ്ലീസ് എന്നെ വിശ്വസിക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനപ്പെടുത്തി. ഇപ്പൊ അന്ന് രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങിയതിന് ശേഷം അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവരെല്ലാവരും കയ്യിലുള്ള ആഹാരമെല്ലാം പതിയെ പതിയെ ഇങ്ങനെ വീതിച്ച് കുറേശ്ശെ ഇങ്ങനെ കഴിക്കാണ്. അത് കഴിഞ്ഞ് മാത്യുവിന് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കാലിന് കുഴപ്പമുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോൾ ഇപ്പൊ കാലില് ആ ഒരു എല്ല് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇത് കണ്ട ജെഫ് നേരെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഹേയ് നമുക്ക് എന്തായാലും മാത്യുവിന്റെ കാല് വെട്ടി മാറ്റിയേ മതിയാവൂ. പക്ഷെ ഇത് കേട്ട എറിക്കാണെങ്കിലോ അതിനൊരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ ജെഫ് പറയുന്നത് വേറെ ഒന്നുമല്ല, അവന്റെ എല്ലുകള് ഇപ്പൊ തെളിഞ്ഞു തുടങ്ങി, അതുപോലെ ഇൻഫെക്ഷൻ ആയിട്ട് അവൻ പെട്ടെന്ന് തന്നെ മരിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുന്നേ ആ ഒരു കാല് വെട്ടി മാറ്റിയേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഇവര് മൂന്നുപേരും സ്റ്റേസി, എമി, എറിക് ഇവര് മൂന്നുപേരും ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അപ്പോ ഹീറോ ചോദിക്കും, ശരി ആരൊക്കെ ഇതിന് സമ്മതിക്കുന്നു എന്ന് ചോദിച്ച് കൈ ഇങ്ങനെ പൊക്കുമ്പോൾ വേറെ ആരും കൈ പൊക്കുന്നില്ല. അപ്പോഴാണ് സ്റ്റേസി കൈ പൊക്കിയിട്ട് പറയുന്നത്, എറിക് അവനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, അവൻ പറയുന്നത് നമ്മൾ കേൾക്കണം. അപ്പോൾ എറിക് പറയും, അവരൊരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ, ഒരു ഡോക്ടർ അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മാത്യു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്യു പറയും, ഹേ ഗായ്സ് എനിക്കും അതാണ് ശരിയെന്ന് തോന്നുന്നു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറയുമ്പോൾ ഇവരെന്തായാലും അവന്റെ കാല് മുറിക്കാനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അവിടെ ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവന് വേദന എടുക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അത് നല്ലതുപോലെ കുടിച്ച് അവന്റെ വായിലേക്ക് ഒരു ബെൽറ്റും വെച്ച്, ഇപ്പോൾ മൂർച്ചയുള്ള ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയൊരു കല്ലുണ്ട്, അത് അത്യാവശ്യം മൂർച്ചയുള്ളതാണ്, അത് വെച്ച് അവന്റെ എല്ലൊടിച്ച് ആ 2 കാലുകളും മുറിച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ മുറിഞ്ഞതിന് ശേഷം രക്തം ഒരുപാട് പോവാതിരിക്കാൻ വേണ്ടി ആ ചൂടാക്കിയ പാൻ എടുത്ത് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുന്നു. ഇതുകൂടി ചെയ്യുമ്പോഴത്തേക്കും മാത്യുവിന്റെ കാലിൽ നിന്ന് രക്തം പോകുന്നത് കുറച്ചിങ്ങനെ നിൽക്കും. കൂടാതെ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ മാത്യു നല്ലതുപോലെ ടയേർഡായി പോവും. ഇത് കാണാതിരിക്കാൻ വേണ്ടി സ്റ്റേസിയും എമിയും ആ ഒരു ടെന്റിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. കാരണം അവരെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ മാത്യു കരയുന്ന ആ ഒരു ശബ്ദം കേട്ട് അവര് രണ്ടുപേരും വെളിയിലേക്ക് വന്നിട്ട്, അല്ല അവന്റെ ഇടുപ്പിന്റെ താഴേക്ക് അവനൊന്നും ഫീൽ ചെയ്യാൻ കഴിയുന്നില്ലെന്നല്ലേ പറഞ്ഞ്, പിന്നെ എന്തുകൊണ്ട് അവൻ അലറി വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ വേറെ എന്ത് ചെയ്യാനായിട്ട്, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലാന്ന് ഹീറോ ലോജിക്കലായിട്ടുള്ള ആ ഒരു കാര്യം പറയുമ്പോൾ ഇവര് രണ്ടുപേരും പുറകിലേക്ക് നോക്കി ഇങ്ങനെ പേടിക്കുന്നുണ്ട്. ഇവര് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കാര്യം, ഇവന്റെ വെട്ടിയെടുത്ത ആ ഒരു കാലുകള് ഈ ഒരു ചെടികൾ ഉള്ളിലേക്ക് വലിച്ചെടുത്തോണ്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രാത്രിയാകുമ്പോൾ ജെഫ് ഉണ്ടല്ലോ, അവൻ പതിയെ ഒരു അമ്പലത്തിന് താഴേക്ക് ഇറങ്ങി വരും. താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഒരു കാല് വെക്കുമ്പോൾ
അവിടെ നിൽക്കുന്ന ഒരാള് അവനെ തന്നെ നോക്കി എന്നിട്ട് കുറച്ച് മുന്നിലേക്ക് കാലെടുത്ത് വെക്കും. ഹീറോ എങ്ങോട്ട് മാറുന്നു അവനും അതുപോലെ തന്നെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുന്ന കാര്യം വളരെ പാടാണ് എന്നുള്ള കാര്യം ജെഫ് മനസ്സിലാകും. ഇവിടെ മുകളിലാണെങ്കിലോ എമിയും സ്റ്റേസിയും ടെന്റിൽ ഇങ്ങനെ കിടക്കാണ്. സ്റ്റേസിക്കാണെങ്കിലോ ഇപ്പോൾ ഉറക്കവും വരുന്നില്ല. എമിയും അതുപോലെ തന്നെ കണ്ണു തുറന്ന് കിടന്നിട്ട് അവൾ ഇപ്പോൾ പതിയെ ടെന്റിന് വെളിയിലേക്ക് വന്ന് എറിക്കിനടുത്തിരുന്നിട്ടാണ് പറയുന്നത്. സ്റ്റേസിയുടെ കാലിൽ ആ ഒരു ചെടികൾ പോയതിനു ശേഷം അവൾ ഇപ്പോഴും പറയുന്നുണ്ട് അവളുടെ ഉള്ളിൽ ആ ഒരു ചെടികൾ വളരുന്നുണ്ടെന്ന്. കൂടാതെ അവൾ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത് എന്നെല്ലാം പറഞ്ഞ് എമി പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഇത് കാരണം എമിയെ എറിക്ക് ഇങ്ങനെ സമാധാനിപ്പിക്കും. അപ്പോൾ എമി കരയുന്ന ആ ഒരു ശബ്ദം സ്റ്റേസിക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ വ്യത്യസ്തമായിട്ടാണ് കേൾക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ സ്റ്റേസി വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു കാര്യം കണ്ട് സ്റ്റേസി പെട്ടെന്ന് ഇവരോട് വഴക്കിടാൻ തുടങ്ങും. എനിക്കിവിടെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ഒരു അവസരത്തിൽ ഇതാണ് അത്യാവശ്യം എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇത് കേട്ട് വന്ന ഹീറോ അവൻ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് സ്റ്റേസി പറയുന്നത്, നിന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ബോയ് ഫ്രണ്ടിനെ വളയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട എമി പറയും, ഇല്ല ഞാനൊന്നും ചെയ്തില്ല, ഞാൻ കരയുന്നത് കൊണ്ട് അവൻ എന്നെ സമാധാനപ്പെടുത്തിയതാണ്, വേറൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. 2 ദിവസം മുന്നേ ഞാൻ നിന്നെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്യു എന്ന് പറഞ്ഞ അവനെ നീ കിസ് ചെയ്തേനെ. ആ ഒരു കാര്യം എനിക്കറിയാം. അപ്പൊ ഇതെല്ലാം കേട്ട ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവനങ്ങനെ മാത്യുവിനെ നോക്കുന്ന സമയത്താണ് ആഹാ കാണിക്കുമ്പോൾ അവന്റെ വായ്ക്കുള്ളിലേക്ക് ആ ഒരു ചെടിയുടെ ഇങ്ങനെ കയറി പോകുന്നു. ഇത് കണ്ട ജെഫ് ഓടി വന്നിട്ട് അവന്റെ വായിൽ നിന്ന് ആ ഒരു ചെടികൾ വലിച്ചു പോരും. പക്ഷേ മാത്യു ജീവനോടെ ഉണ്ടാവത്തില്ല, അവൻ മരണപ്പെട്ടു. ഇത് കാരണം ഹീറോ ഒന്നും മിണ്ടാതെ അങ്ങനെ തിരിഞ്ഞിരിക്കാണ്. കാരണം ഇവര് രാവിലെ അവന്റെ കാല് അത്രയും വേദന സഹിച്ചിട്ടായാലും മുറിച്ചെടുത്തല്ലോ, എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ ഒരു വിഷമത്തിലിരിക്കുമ്പോ പെട്ടെന്നാണ് സ്റ്റേസി പേടിച്ചോരോന്ന് പറയാൻ തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ വയറിനുള്ളിലും ആ ഒരു ചെടികളുണ്ടാവും, അതെന്റെ വയറിനുള്ളിലുണ്ട്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് അവളുടെ വയറ് കീറാനായിട്ട് വരുമ്പോ ഇവരെല്ലാവരും അവളെ തടയാണ്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഇവരെ വഴക്ക് പറയുന്ന സമയത്ത് അവിടെയുള്ള ചെടികളെല്ലാം സ്റ്റേസി പറയുന്ന അതേ കാര്യം തന്നെ തിരിച്ചു പറയുന്നു. അങ്ങനെ എന്താണെന്നറിയാതെ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ആ ഒരു ഗ്രാമവാസികളെല്ലാം അവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരുപാട് ഉപ്പെല്ലാം ഇങ്ങനെ വിതറുന്നുണ്ട്. ഈ കാര്യം ജെഫും ഹേമി ഇവരിങ്ങനെ കാണുകയാണ്. അപ്പോഴാണ് ജെഫ് പറയുന്നത്, ഈ ഒരു ഉപ്പ് വിതറി കഴിഞ്ഞാലേ ഒരിക്കലും ഈ ഒരു ചെടികള് അത് കഴിഞ്ഞ് വെളിയിലേക്ക് പോകത്തില്ല, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു അപകടം വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു പ്രാണികളോ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും ഈ ഒരു സ്ഥലത്തേക്ക് പോലും വന്നിട്ടില്ല. അതിന് കാരണം അതിനെല്ലാം അറിയാം ഇവിടെ വലിയൊരു അപകടം ഉണ്ടെന്ന്. നമ്മളാണ് അറിയാതെ ഇവിടെ വന്ന് പെട്ടുപോയത് എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് എറിക്ക് ഇവരെ വിളിക്കുകയാണ്. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ ടെന്റിനുള്ളിൽ സ്റ്റേസി ഉണ്ടല്ലോ, അവളുടെ ഉള്ളിൽ മുഴുവനായിട്ടും ആ ഒരു ചെടിയുടെ വേരുകൾ വളർന്നു പോകുന്നത് പോലെ ഇവർ കാണുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേറെ വഴിയില്ല, ഇത് കൂടുതലാവുന്നതിന് മുന്നേ തന്നെ പുറത്തെടുക്കണം എന്ന് തീരുമാനമെടുത്ത് ഇവരെല്ലാവരും സ്റ്റേസിയെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി അവളുടെ കാലില് ആ ഒരു മദ്യം ഒഴിക്കും. അത് കഴിഞ്ഞ് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം കാല് കീറി ആ ഒരു ചെടികൾ പുറത്തെടുക്കുമ്പോൾ അത് ഈ ഒരു പാമ്പുകൾ പോലെ അനങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് മുതുകിലുള്ള ആ ഒരു വേരുകള് അതും കത്തി ഉപയോഗിച്ച് കീറിയെടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മുറിവ് ഉണക്കാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ ആ ഒരു പാൻ ചൂടാക്കി മുറിവിന്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് അവൾക്ക് കുടിക്കാനായിട്ട് കുറച്ച് മദ്യം കൊടുക്കും. കൂടാതെ അവൾക്ക് കഴിക്കാണ്ട് ആഹാരം കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല ഇതൊരിക്കലും കഴിഞ്ഞിട്ടില്ല, അതിന്റെ തലയ്ക്കുള്ളിലേക്ക് പോകുന്നത് പോലെ എനിക്കറിയാം എന്നെല്ലാം പറയുമ്പോൾ അവളെ സമാധാനപ്പെടുത്തി എമി അവൾക്ക് കുറച്ചുകൂടി മദ്യം കൊടുക്കാണ്. അപ്പോ ജെഫ് അവളുടെ നെറ്റിയിലേക്ക് നോക്കുമ്പോൾ അവളുടെ നെറ്റിക്കുള്ളിലൂടെയും ആ ഒരു ചെടിയുടെ വേര് പോകുന്നത് പോലെ അവൻ കാണും. ബാക്കിയുള്ളവർ അത് കണ്ടിട്ട് ഇവർക്കൊന്നും പറയാൻ കഴിയാതെ അവർ മിണ്ടാതിരിക്കും. ഇത് കണ്ട സ്റ്റേസി അവരോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്റെ തലയ്ക്കുള്ളിൽ ആ ഒരു ചെടികളുണ്ട്, നിങ്ങളത് കണ്ടുവല്ലേ എന്ന് പറഞ്ഞ് നല്ലതുപോലെ കരയാൻ തുടങ്ങും. ഇത് കണ്ട എറിക്കാണെങ്കിലോ ഇനി വേറെ വഴിയില്ല, രാത്രിയിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇനി ആരും ഇവിടേക്ക് വരാൻ പോകുന്നില്ല, നമ്മളായിട്ട് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പോയേ മതിയാവൂ എന്ന് പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ സ്റ്റേസിയെ കൊണ്ട് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. അവള് പെട്ടെന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ടാണ് അവളുടെ ശബ്ദം കേട്ട് ഇവരെല്ലാവരും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ സ്റ്റേസി അവിടെ നിന്നിട്ട് ആ ഒരു കത്തി ഉപയോഗിച്ച് അവളുടെ ശരീരം മുഴുവൻ കീറി വെച്ചേക്കാണ്. കാരണം ഈ ഒരു വേരുകൾ പുറത്തെടുക്കാൻ വേണ്ടി. അപ്പൊ ഇവര് വന്ന് അവളെ വിളിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഹീറോ അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി അടുത്തേക്ക് വന്ന് അവളെ പിടിക്കുന്നതും അവള് പെട്ടെന്ന് ആ ഒരു കത്തി ഉപയോഗിച്ച് ജെഫിന്റെ കൈ അങ്ങ് മുറിക്കും. ഇപ്പൊ എറിക്ക് പതി അടുത്തേക്ക് വരുന്നതും ഇവൾ ആ ഒരു ദേഷ്യം കാരണം കത്തി ഉപയോഗിച്ചിട്ട് അവന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റക്കുത്ത്. കത്തി നല്ലതുപോലെ തന്നെ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അവൻ അധിക നേരം പിടിച്ചെടുക്കാൻ കഴിയാതെ അവൻ അവിടെ മരിച്ചു വീഴാണ്. ഇപ്പൊ തന്റെ കാമുകനെ തന്നെ സ്വന്തം കൈകൊണ്ട് കൊന്നതുകൊണ്ട് സ്റ്റേസി നല്ലതുപോലെ അവിടെ കിടന്ന് കരയാണ്, അതും എമിയുടെ മടിയിൽ കിടന്നിട്ട്. അപ്പോഴാണ് മരിച്ചു കിടക്കുന്ന എറിക്കിന്റെ ശരീരം ആ ഒരു ചെടികൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്.
ജെഫ് അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. അങ്ങനെ അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതും ഇപ്പോൾ സ്റ്റേസി നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നിട്ട് അവളുടെ ശരീരം മുഴുവൻ കീറിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ അവൾ പറയുന്നുണ്ട്, പ്ലീസ് എന്നെ കൊല്ലുന്നില്ല പറയുന്നുണ്ടെങ്കിലും ഇവരെ കൊണ്ട് അത് ചെയ്യാൻ കഴിയത്തില്ലല്ലോ. കാണിക്കുമ്പോൾ അവളുടെ തലയ്ക്കുള്ളിൽ നിന്നും ആ ഒരു ചെടികള് വെളിയിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു കത്തി വലിച്ചൂരി സ്റ്റേസിയെയും അവിടെ വെച്ച് കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ജെഫ് എന്താ ചെയ്യുന്ന വെച്ചാല് മരിച്ചുപോയ സ്റ്റേസിയുടെ രക്തം എടുത്ത് എമ്മിയുടെ ദേഹം മുഴുവനായിട്ട് ഇങ്ങനെ തേക്കാണ്. ഇപ്പോ ജെഫ് രക്ഷപ്പെടാനായിട്ട് ഒരു കാര്യം പറയാണ്, നീ മരിച്ചതുപോലെ ഞാൻ വരുത്തി തീർത്ത് അവരുടെ ശ്രദ്ധ തിരിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. കാരണം മാത്യുവിന്റെ സഹോദരൻ വന്ന ആ ഒരു ജീപ്പില്ലേ, അതിന്റെ കീ അവന്റെ ബാഗിനടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു കീ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അതിൽ അവളോട് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയാണ്. എന്നിട്ട് ഹെമിയെ പൊക്കിയെടുത്ത് അവ നേരെ താഴേക്ക് കൊണ്ടുവരും. ഹെമിയാണെങ്കിലോ മരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവളെ ആ ഒരു മണലിലേക്ക് കിടത്തുമ്പോൾ അവരെല്ലാവരും അവിടേക്ക് വന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ജെഫ് അവരെ നോക്കി ഇങ്ങനെ പറയുന്നത്, എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്തായാലും അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ സത്യത്തിൽ ജെഫ് പറയുന്ന ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ജെഫ് എന്താ ചെയ്യുന്നത് വെച്ചാല് പതിയെ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങും. ഇവരും അതുപോലെ തന്നെ അവന്റെ പുറകെ നടക്കുന്നുണ്ട്. എന്റെ പേരാണ് ജെഫ്, 22 വയസ്സുണ്ട്. ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ ആവേണ്ട ഞാനാണ്. അതാണ് എന്റെ ആഗ്രഹം, അതാണ് എന്റെ സ്വപ്നം. അതെല്ലാം ഇനി നടക്കുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ദൂരം നടന്നു വരുമ്പോ ഇവരെല്ലാവരും അവന്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ടാണ് അവിടേക്ക് വന്ന്, ഓക്കെ എന്നെ പറ്റി നിങ്ങൾ അറിഞ്ഞില്ലേ, ഇനി അവനെ പറ്റി അറിഞ്ഞോ, അവളുടെ പേരാണ് യമി എന്നിങ്ങനെ അലറി വിളിക്കുന്നതും. ഇപ്പൊ നമ്മുടെ യമിയുടെ വശത്ത് കാണിക്കുമ്പോൾ അവളെ ചുറ്റി ഒരാളും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു കാർ കിടക്കുന്നിടത്തേക്ക് ഇങ്ങനെ ഓടുകയാണ്. ഇവിടെ ഇവരാണെങ്കിലോ ഹീറോ രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണെന്ന് വിചാരിച്ച് അവന്റെ ദേഹത്തേക്ക് അമ്പ് വിട്ട് ഹീറോ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നു. യമിയെ കാണിക്കുമ്പോൾ അവൾ ജീവനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഓടുകയാണ്. അവളുടെ പിറകെ തന്നെ ആ ഒരു ആദിവാസികളുണ്ട്. അവൾ ഒരുപാട് ദൂരം വേഗതയിൽ ഓടിയിട്ട് ആ ഒരു ജീപ്പിനടുത്തേക്ക് വരുന്നു. അങ്ങനെ ജീപ്പിലേക്ക് കയറുന്ന സമയം ഇവിടെ ജെഫ് അമ്പുകൊണ്ട് കിടക്കുകയാണല്ലോ. അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവനെ ആ ഒരു വേരുകൾ വന്ന് പതിയെ വലിച്ചെടുക്കുന്നു. അപ്പോഴേക്കും അതിലുള്ള ഒരാള് അവന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു തോക്ക് ലോഡ് ചെയ്ത് ജെഫിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇവിടെ യമിയെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു ജീപ്പിലേക്ക് കയറി ഒരുപാട് നേരം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ആവുന്നില്ല. ഈ ഒരു ആദിവാസികൾ അവളുടെ അടുത്തേക്ക് എത്താറായി. അങ്ങനെ എത്താറാവുന്നതും പെട്ടെന്ന് അവൾ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൾ അവിടെ നിന്ന് നല്ല വേഗതയിൽ തന്നെ ആ ഒരു ജീപ്പ് ഓടിച്ച് കാട്ടിന് വെളിയിലേക്ക് വരുന്നു. ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അവൾ വിചാരിക്കുമ്പോൾ അവിടെയാണ് മറ്റൊരു കാര്യം. ഒരിക്കലും അവൾ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം അവളുടെ ഉള്ളിലും ആ ഒരു വേരുകളുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഒരാളുടെ ശരീരം മുറിഞ്ഞാൽ മാത്രമേ അത് ഉള്ളിൽ കയറുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ആ ഒരു ചെടിയെ തൊട്ടാൽ തന്നെ അത് എഫക്റ്റ് ആവും. അങ്ങനെ എന്തായാലും ഹെമിയും മരിക്കാൻ പോവാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ബീച്ചിൽ മയങ്ങിക്കിടന്ന രണ്ടുപേരുണ്ടല്ലോ, അവരെല്ലാവരും മരിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അമ്പലത്തിനടുത്തേക്ക് വന്ന് അതിനുള്ളിലേക്ക് പോകുന്നതും മറ്റുള്ളവരെ പോലെ തന്നെ ഇവരും മരിക്കാൻ പോകുന്നതും നമുക്ക് മനസ്സിലായി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.